നമ്മളൊരു അന്താരാഷ്ട്ര വാർത്തയിലേക്ക് പോകുന്നു. ഇറാനിലേക്കാണ്. അവിടെ ഇറാൻ നേതാക്കളെ വധിക്കാനുള്ള ഇസ്രായേൽ നീക്കം അമേരിക്ക തന്നെ ഇറാന് ഒറ്റിയെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി, പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് എന്നിവരെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നു എന്നതാണ് ഈ ഞെട്ടിക്കുന്ന വിവരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. രഞ്ജിത്ത്, എന്താണ് വിവരങ്ങൾ? തീർച്ചയായും അഭിലാഷ്, ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഈ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉടലെടുത്തിരുന്ന അസ്വാരസ്യങ്ങൾ ഇപ്പോൾ പരസ്യമായ രഹസ്യമാണ്. കാരണം നേരത്തെ ഡൊണാൾഡ് ട്രംപും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയും തമ്മിൽ ഈ വിഷയത്തിൽ വലിയ വാഗ്വാദമുണ്ടായി എന്ന നിലയിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിനിടയിൽ ഈ ആദ്യത്തെ വെടിനിർത്തലിന് ശേഷം, അതായത് ആദ്യത്തെ വെടിനിർത്തൽ നിലവിൽ വന്നത് ഏപ്രിൽ 8-നാണ്. ഒന്നാം വെടിനിർത്തലിന് ശേഷം ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട 2 നേതാക്കളെ വധിക്കാനായി ഇസ്രായേൽ ചില ശ്രമങ്ങൾ നടത്തി, അതിനുള്ള നീക്കങ്ങൾ നടത്തി എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. അത് മറ്റാരുമല്ല, ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായ മുഹമ്മദ് ബാഗർ ഗാലിബാഫിനെയും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചിയെയും ഇപ്പോൾ ഖമേനി അധികം പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടാതെയും കാര്യങ്ങൾ ഇടപെടാതിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ട്. അവിടെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും ഇറാനു വേണ്ടി പ്രസ്താവനകൾ നടത്തുകയും ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഈ 2 പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഇവരെ വധിക്കുക എന്ന പദ്ധതിയുമായി ഇസ്രായേൽ മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഇത് വളരെ കൃത്യമായി തന്നെ, അതായത് ഏപ്രിൽ 8-ലെ ഒന്നാം വെടിനിർത്തലിന് ശേഷമുള്ള ആഴ്ചകളിൽ ഈ വധശ്രമങ്ങൾ നടത്താനായിരുന്നു ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരുന്നത്. ഇതിനിടയിൽ ലക്ഷ്യമെന്ന് വെച്ചാൽ ഇറാഖിലേക്ക് ഈ നേതാക്കളുടെ ഒരു യാത്ര ഉണ്ടായിരുന്നു. ഏപ്രിൽ 12-ന് ഇസ്ലാമാബാദിൽ US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഈ സ്പീക്കർ അടക്കമുള്ള നേതാക്കൾ തിരികെ വരുന്ന സമയത്ത് ഇവരുടെ വിമാനങ്ങൾ ലക്ഷ്യമിട്ട് ഈ ഇറാഖിന്റെ വ്യോമ അതിർത്തിയിൽ കൂടിയാണ് ഈ വിമാനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഈ സമയത്ത് ഈ വിമാനങ്ങൾ ലക്ഷ്യമിട്ട് 2 ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ എത്താൻ ശ്രമിച്ചു എന്നുള്ള വിവരമാണ് പ്രധാനമായും പുറത്തു വന്നിരിക്കുന്നത്. ഈ യുദ്ധവിമാനങ്ങളിലൂടെ ഈ വ്യോമപാത വഴി ഇറാനിലേക്ക് കടന്നുകൊണ്ട് ഈ നേതാക്കളെ വധിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇസ്രായേലിന് ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലായത്. അത്തരമൊരു പദ്ധതിയെക്കുറിച്ച് US-ന് വിവരം കിട്ടുകയും അത് വളരെ രഹസ്യമായി ഇറാന് കൈമാറുകയും ചെയ്തു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും പുതിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഈ അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിൽ വലിയ വിള്ളൽ വീഴ്ത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അമേരിക്കയിൽ നിന്ന് അതീവ രഹസ്യ വിവരം ലഭിച്ചയുടൻ ഇറാൻ ഈ വാർത്ത വിമാനത്തിലേക്ക് കൈമാറി. തുടർന്ന് മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ വിമാനം നിശ്ചയിച്ച പാത മാറി ഇറാന്റെ വടക്കൻ പ്രവിശ്യയായ മഹ്ഷദിൽ അടിയന്തരമായി ഇറക്കി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഇത് വലിയ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഈ ന്യൂയോർക്ക് ടൈംസിന്റെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വരും മണിക്കൂറുകളിൽ പ്രതികരണത്തിന് കാത്തിരിക്കുകയാണ് ലോകം. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.